ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എല്ലായിടത്തും വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ 3 ഇടന്ന് ഒന്നിച്ചു പോയി. ഞാൻ രാജാവേ ഞാൻ തൊപ്പിയൊക്കെ വെച്ച കണ്ണാടിയൊക്കെ വെച്ചാൽ മതി. ഞാൻ എൻ്റെ രാജാവ്. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഇപ്പോൾ ക്യാമറയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് 1 മാസമായിട്ട് സൺറൈസിൽ വർക്ക് ചെയ്യും. നമ്മളെ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണം എന്ന് ഈ 4 മാസം കൊണ്ട് പഠിച്ച 5ാമത്തെ മാസം നമുക്ക് ബെറ്ററായിട്ട് ട്രെയിനിങ് തരും. കുറച്ച് കോൺഫിഡൻ്റ് ആക്കി തരും. എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ഏത് ലുക്കിൽ പോകണം, ഓപ്പോസിറ്റ് ഇരിക്കുന്ന എന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയണം എന്നൊരു സംഭവം കിട്ടി. അവർ ട്രെയിനിങ് തന്നു. ഇൻ കേസ് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജസ്റ്റ് ഒരു കോഴ്സ് എടുത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വേണമെങ്കിൽ പിന്നെ ഞാൻ ഫെയിൽ ആവും. ഉറപ്പായിട്ട് ഞാൻ ഫെയിൽ ആവും. കാരണം എനിക്ക് സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിയില്ല, ജോലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ല. തെറ്റ് ചൂസ് ചെയ്യാൻ തന്നെ പറയും. പക്ഷേ ചൂസ് ചെയ്തിട്ട് പറഞ്ഞ കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങണം. കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജോലി വീട്ടിൽ കൊണ്ട് തരുന്ന വിചാരിച്ചാൽ തരില്ല. ജസ്റ്റ് ഒരു 6 മാസത്തെ കോഴ്സ് എന്നതിനേക്കാളും നമുക്ക് ഒരു 6 മാസത്തെ ട്രെയിനിങ് കൂടി കിട്ടുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഫ്രഷറായിട്ടൊരു വർക്കിന് പോകണമല്ല, നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആൾ വർക്കിന് പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റും. പെട്ടെന്ന് ഡയറക്റ്റായിട്ട് ചെന്ന് ഒരു സോഫ്റ്റ്വെയർ കാണുന്നതിനേക്കാളും എന്തുകൊണ്ട് എളുപ്പം. കാരണം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ആണ്. സോഫ്റ്റ്വെയർ മാത്രം വ്യത്യാസമാണ്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ആ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടി. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് ക്യാമറയും ചൂസ് ചെയ്ത് നന്നായി എന്ന് മനസ്സിലായി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് ജോലി കിട്ടാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞൊരു നെഗറ്റീവ് വീട്ടിലുണ്ടായിരുന്നു കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം. അത് കഴിഞ്ഞ് 3 ഒന്നിച്ച് വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കൊരു പ്രത്യേക സന്തോഷം, എനിക്കൊരു പ്രത്യേക സന്തോഷം.